അവിടെ ഇവിടെയും തെന്നിയും തെറിച്ച് കിടക്കുന്ന ചില കൈപ്പിഴകളൊക്കെ എടുത്ത് ചൂണ്ടിക്കാണിച്ച് ഈ തീപ്പന്തം തീഗോളം കെടുത്താമെന്ന് ഒരുത്തനും വിചാരിക്കണ്ട, നടക്കില്ല. അവർക്ക് നിവേദനം വേണം, അത് നിഷേധിക്കപ്പെടണം എങ്കിൽ മാത്രമേ രാഷ്ട്രീയ ആവശ്യത്തിന് വേണ്ടി അതൊക്കെ അവർ ചെയ്തോട്ടെ, നല്ലതാണ്. ആ വേലായുധൻ ചേട്ടന് ഒരു വീട് കിട്ടിയതിൽ സന്തോഷമേ ഉണ്ട്, നല്ല കാര്യം. ഇനിയും ഞാൻ ഇതുപോലെ വേലായുധൻ ചേട്ടന്മാരെ അങ്ങോട്ട് അയക്കും. പാർട്ടി അങ്ങോട്ട് തയ്യാറെടുത്തിരുന്നോളൂ. ഞാനൊരു ലിസ്റ്റ് അങ്ങ് പ്രഖ്യാപിക്കും കേട്ടോ. ആർജവം കാണിക്കണം, അതിനുള്ള ചങ്കൂറ്റവും കാണിക്കണം. ചെമ്പുഗോപിയുടെ വെല്ലുവിളിയാണ്, ആർജവം കാണിക്കണം. ലിസ്റ്റ് ഞാൻ അങ്ങോട്ട് തരുന്നുണ്ട്. എന്ത് ചെയ്യണം? നിങ്ങൾ ഇതുപോലെ നിർമ്മിച്ചു നൽകണം. കഴിഞ്ഞ ദിവസം നിങ്ങൾ കണ്ടതായിരിക്കും, ഒരു വേലായുധൻ ചേട്ടൻ എന്ന് പറയുന്ന പ്രായമായ ഒരു അച്ഛൻ, അയാൾ ഒരു വീടിന് വേണ്ടി ഒരു നിവേദനവുമായി സുരേഷ് ഗോപിയുടെ മുമ്പിലെത്തുന്നു. ഇതൊന്നും ഇവിടെ സ്വീകരിക്കുന്ന കാര്യമല്ല, ഇതൊന്നും ഞാൻ ചെയ്യുന്ന കാര്യമല്ല എന്നാണ് പറയുന്നത്. പിന്നെ ഇതൊക്കെ ആര് ചെയ്യേണ്ട കാര്യമാണ് എന്ന് കൂടി പറയണം. നിങ്ങളെ തെരഞ്ഞെടുത്ത് വിട്ടത് എന്തിനാണ് എന്നുള്ളത് കൂടി സുരേഷ് ഗോപി വ്യക്തമാക്കേണ്ടതുണ്ട്. എന്താണെങ്കിലും സുരേഷ് ഗോപിക്ക് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ സഭയുടെ അരമനയിലും കേക്ക് മുറിക്കുവാനും വൈഞ്ഞു കൊടുക്കുവാനും അതുപോലെ കിരീടങ്ങൾ സമ്മാനിക്കുവാനും ഒക്കെയാണ് സുരേഷ് ഗോപിക്ക് കഴിയുകയുള്ളൂ. കാരണം അപ്പോഴല്ലേ ക്രൈസ്തവരുടെ കണ്ണിൽ പൊടിയിടാൻ കഴിയുകയുള്ളൂ. അതല്ലാത്ത പക്ഷം ക്രൈസ്തവ വോട്ടുകൾ എങ്ങനെയാണ് നേടിയെടുക്കാൻ കഴിയുന്നത്? ഇപ്പോഴിതാ തൃശ്ശൂരിൽ നിന്നുള്ള കത്തോലിക്ക സഭയുടെ ഒരു മാസികയുണ്ട്, എല്ലാ മാസങ്ങളിലും പ്രസിദ്ധീകരിക്കുന്ന മാസിക. ആ മാസികയിൽ 2025 സെപ്റ്റംബറിൽ പ്രസിദ്ധീകരിച്ച ആ മാസികയിൽ സുരേഷ് ഗോപിക്കെതിരെ കടുത്ത വിമർശനങ്ങളാണ് കത്തോലിക്ക സഭ ഉയർത്തുന്നത്. തൃശ്ശൂരിൽ ചില നീക്കങ്ങൾ സുരേഷ് ഗോപി നടത്തിയതും RSSന്റെ ചില തീരുമാനങ്ങൾ നടപ്പിലാക്കിയതും സുരേഷ് ഗോപിയിലൂടെ നടപ്പിലാക്കി ക്രൈസ്തവ വോട്ടുകൾ സുരേഷ് ഗോപി നേടിയെടുത്തു എന്നുള്ള തരത്തിലുള്ള പ്രചരണങ്ങൾ നടക്കുന്നു എന്നാണ് അതിൽ വ്യക്തമായി സൂചിപ്പിക്കുന്നത്. അതിനപ്പുറത്തേക്ക് ചില പാതിരിമാർക്ക്, ചില അച്ഛന്മാർക്ക്, ചില വൈദികർക്ക്, സഭയുടെ മേലധ്യക്ഷന്മാർക്ക് ഒക്കെ ഈ കാര്യത്തിൽ സുരേഷ് ഗോപിയെ കൈകാര്യം ചെയ്യുന്ന കാര്യത്തിൽ വലിയ വീഴ്ച പറ്റിയിട്ടുണ്ട് എന്നുള്ളതും സൂചിപ്പിക്കുന്നുണ്ട്. എന്താണെങ്കിലും കത്തോലിക്ക സഭ ഇപ്പൊ തിരിച്ചറിയുകയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള നാടകങ്ങൾ, ഇത്തരത്തിലുള്ള കാട്ടിക്കൂട്ടലുകൾ, ഇതിനെയൊക്കെ സഭ തിരിച്ചറിയുകയാണ്. തൃശ്ശൂരിൽ സുരേഷ് ഗോപിയുടെ ജയം വോട്ട് കൊള്ളയിലൂടെയോ എന്ന് ചോദിച്ചുകൊണ്ടാണ് എന്നുള്ള തലക്കെട്ടോട് കൂടിയാണ് ആ ഒരു ലേഖനം തുടങ്ങുന്നത് തന്നെ. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ വോട്ട് വർദ്ധിച്ചത് തൃശ്ശൂരിലാണ്. 1,46,673 വോട്ടർമാരാണ് കൂടിയത്. അതായത് തൃശ്ശൂരിലെ 10%, 10.97, 11% എന്ന് തന്നെ പറയാം. 11% തൃശ്ശൂരിലെ ലോക്സഭാ മണ്ഡലത്തിൽ വർധനമുണ്ടായത് പുതിയ വോട്ടർമാരുടെ. അത് കേരളത്തിലെ ഏറ്റവും അധികം വോട്ടർമാരും തൃശ്ശൂരിലാണ്, 14,83,789. 2019 തെരഞ്ഞെടുപ്പിൽ വോട്ടർ എണ്ണത്തിൽ 9ാം സ്ഥാനത്തായിരുന്ന തൃശ്ശൂർ ഈ വോട്ട് വർധനയുടെ പിന്നാമ്പുറം പരിശോധിക്കുമ്പോഴാണ് വലിയൊരു ഗൂഢപദ്ധതി ഇതിന് പിന്നിലുള്ളതായി സംശയിക്കപ്പെടുന്നത്. 2019 വോട്ടർ പട്ടികയിൽ 2014 നിന്ന് വോട്ട് വർദ്ധിച്ചത് 62,179 വർധന 4.88%. എന്നാൽ 2019 വോട്ടർ പട്ടികയിൽ നിന്ന് 2024 വോട്ടർ പട്ടികയിൽ എത്തിയപ്പോൾ 1,46,673 വോട്ടുകൾ കൂടി എന്നുള്ളതാണ്. വർധന 10.99%. കണക്കിലെ വ്യത്യാസം എന്ന് പറയുന്നത് 6.11. വോട്ട് കണക്കിലെ കൂടിയ വോട്ട് 84,443. സംസ്ഥാനത്തെ ശരാശരി വോട്ട് വർധന എന്ന് പറയുന്നത് 6.11 ആയിരിക്കുമ്പോഴാണ് തൃശ്ശൂരിൽ 10.99 വർധന. 2019 വോട്ട് വർധന 7.78 ആയിരുന്നത് 2024 6.11 ആയി കുറയുകയായിരുന്നു. 2019 11% വോട്ട് വർദ്ധിച്ച മലപ്പുറത്ത് 2024 8% മാത്രമായിരുന്നു വർധന. 2019 14% വോട്ട് വർദ്ധിച്ച പൊന്നാനിയിൽ 2024 8.5% മാത്രം. 2019 2024 വോട്ട് വർധനയുടെ നിരക്ക് കൂടിയത് വടകരയിലും ആലത്തൂരിലും കോട്ടയത്തും മാത്രമാണ്, അതും നേരിയ തോതിൽ. 2019 9.32 വോട്ട് ശതമാനം വർദ്ധിച്ച വടകരയിൽ 2024 വർദ്ധിച്ചത്
1.54. കൂടിയ വർധന എന്ന് പറയുന്നത് 1.22%. ആലത്തൂരിൽ കൂടിയ വർധന 1.63, കോട്ടയത്ത് 0.18% എന്നിങ്ങനെയാണ്. മറ്റെല്ലാ മണ്ഡലങ്ങളിലും വോട്ട് കൂടിയെങ്കിലും വോട്ട് വർധനയുടെ നിരക്ക് കുറയുകയായിരുന്നു. ഇതുകൊണ്ടാണ് തൃശ്ശൂരിൽ വോട്ട് വർധനയുടെ നിരക്കിലെ 6.11 സംശയാസ്പദമാവുന്നത്. സുരേഷ് ഗോപിയുടെ 2024 ഭൂരിപക്ഷം കൂടി ഇതോട് ചേർത്ത് വായിക്കാം. 74,686, അതായത് 75,000 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് അദ്ദേഹം. 1,00,000-ഓളം വോട്ടുകൾ എവിടെ നിന്ന് വന്നു? തൃശ്ശൂരിന് പുറത്തു നിന്നുള്ളവരെ കരുതിക്കൂട്ടി ഗൂഢാലോചന നടത്തി തൃശ്ശൂരിലെ വോട്ടർ പട്ടികയിൽ തിരികെ കയറ്റുകയായിരിക്കണം. ഓരോ ബൂത്തിലും 10ഓ 20ഓ പേരെ ചേർത്താൽ മതിയല്ലോ. 2024 പൊതു തെരഞ്ഞെടുപ്പിൽ 79 മണ്ഡലങ്ങളിൽ ഇത്തരത്തിൽ വോട്ട് തിരിമറി നടന്നിട്ടുണ്ടെന്നും കേരളത്തിലെ ഒരു മണ്ഡലത്തിൽ 83,000 വോട്ട് ക്രമരഹിതമായി ചേർത്തതായും പ്രമുഖ ധനശാസ്ത്രജ്ഞനും കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമന്റെ ഭർത്താവുമായ പരകാല പ്രഭാകർ മാസങ്ങൾക്ക് മുമ്പ് ഒരു അഭിമുഖത്തിൽ സംശയം പ്രകടിപ്പിച്ചിരുന്നു. പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി കർണാടകയിലെ മഹാദേവപുര മണ്ഡലത്തിൽ ഇത്തരം ക്രമക്കേട് നടന്നെന്ന് തെളിവ് സഹിതം ആരോപണം ഉന്നയിച്ചതും പരകാല പ്രഭാകരന്റെ വെളിപ്പെടുത്തലും ചേർത്ത് വായിക്കാം. BJPയുടെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ ശക്തമായി ഇടപെടാറുള്ള ലോകത്തിലെ ഏറ്റവും വലിയ സംഘടിത ശക്തികളിൽ ഒന്നാണ് RSS. തൃശൂർ ലോക്സഭാ മണ്ഡലത്തെ വിജയ സാധ്യതയുള്ള സീറ്റുകളിൽ A ക്ലാസ് പട്ടികയിൽ BJP ഉൾപ്പെടുത്തിയത് പഠിച്ചു തന്നെയാവണം. സാമുദായികപരവും രാഷ്ട്രീയപരവുമായി നോക്കിയാൽ തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ ഇങ്ങനെ കണക്കാക്കാനാവില്ല. CPM-ന്റെയും കോൺഗ്രസിന്റെയും സംഘടനാ സംവിധാനത്തിലെ ദൗർബല്യം പഠന വിധേയമാക്കിയ ശേഷമായിരിക്കാം ഗൂഢപദ്ധതി നടപ്പാക്കാൻ തൃശൂർ മണ്ഡലത്തെ തിരഞ്ഞെടുത്തത്. വോട്ടർ പട്ടികയിലെ കൊള്ള പുറത്തറിയാതിരിക്കാൻ ക്രിസ്ത്യൻ പള്ളികളിലും കരുവന്നൂർ സഹകരണ ബാങ്കിന്റെ തട്ടിപ്പിലെ ഇരകളുടെ വീടുകളിലും വിവിധ കോളനികളിലേക്കും സുരേഷ് ഗോപിയുടെ യാത്ര ആസൂത്രണം ചെയ്യുകയും ചില്ലറ സഹായം കൊടുക്കുകയും ചെയ്തു. അങ്ങനെ സുരേഷ് ഗോപിയുടെ ഇത്തരം പ്രവൃത്തികൾ മൂലമാണ് വിജയമെന്നും വരുത്തി തീർത്തു. വലിയൊരു വിഭാഗം ജനങ്ങൾ ഈ കുപ്രചരണങ്ങൾ വിശ്വസിക്കുകയും ചെയ്തു. ഒരു വിഭാഗം മാധ്യമ പ്രവർത്തകരെ കയ്യിലെടുത്ത് സുരേഷ് ഗോപിക്ക് അനുകൂലമായ വാർത്തകൾ എഴുതിച്ചു. ഇവരുടെ സ്വാധീനത്തിൽപ്പെട്ട മാധ്യമ പ്രവർത്തകരിൽ ചിലർ ഇപ്പോഴും ക്രിസ്ത്യൻ വോട്ടുകളും ഇടതുപക്ഷ വോട്ടുകളും സുരേഷ് ഗോപിക്ക് കിട്ടിയെന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഗൂഢപദ്ധതിയുടെ പ്രായോജകർ ഒരുക്കിയ കെണിയിൽ വീണവരാണിവർ. ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ഇത്തരം പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്ന ശത്രുക്കൾ എത്രമാത്രം ശക്തരും സംഘടിതരും ഗൂഢലക്ഷ്യമുള്ളവരും പ്രാപ്തരുമാണെന്നാണ്. ഇത് തിരിച്ചറിയാനാകാതെ സാമുദായിക നേതാക്കളോട്, പ്രത്യേകിച്ച് കത്തോലിക്ക മേത്രാന്മാരോടും കത്തോലിക്ക പ്രസ്ഥാനങ്ങളുടെ നേതാക്കളോടും കഷ്ടം എന്ന് മാത്രമാണ് പറയാനുള്ളത്. കാസ പോലുള്ള ക്രിസ്ത്യൻ നാമോദയ സംഘടനകളിലൂടെ കുത്തിവയ്ക്കുന്ന വിഷബീജം ഏറ്റുവാങ്ങി മതസ്പർദ്ധയും സാമുദായിക വൈരവും പ്രസവിക്കുന്നവർ ബീജത്തിന്റെ ഉറവിടം തിരിച്ചറിഞ്ഞാലും അല്ലെങ്കിലും തൃശൂർ പോലെയുള്ള തിരിമറികളും കൈപ്പിഴകളും ആവർത്തിക്കും. ക്രിസ്ത്യൻ വോട്ടുകൾ സുരേഷ് ഗോപിക്ക് മറിഞ്ഞു എന്നത് തെറ്റായ പ്രചരണമാണെന്ന് തെളിഞ്ഞിരിക്കുകയാണ്. തൃശ്ശൂരിലെ BJPയുടെ ജയം വോട്ട് കൊള്ളയിലൂടെ ആണെന്നതിന്റെ രണ്ടാമത്തെ സംശയം BJPയുടെ നേതാക്കൾ പോലും വോട്ടർ പട്ടികയിൽ കൃത്രിമം കാട്ടിയിട്ടില്ല എന്ന് പറയുന്നില്ല എന്നതാണ്. തൃശൂർ മണ്ഡലത്തിന് പുറത്തുള്ള ഇവരുടെ വോട്ട് ചേർത്തിട്ടുണ്ടെന്ന് BJP നേതാവ് ഈയിടെ പരസ്യമായി മാധ്യമങ്ങളുടെ വെളിപ്പെടുത്തിയിരുന്നു. സുരേഷ് ഗോപിയുടെ ജയത്തിന്റെ പിന്നാമ്പുറ രഹസ്യങ്ങളാണ് ഈ വെളിപ്പെടുത്തലിൽ ഉള്ളത്. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് സഭാ നേതൃത്വയും നിശിതമായി വിമർശനങ്ങൾ നടത്തുകയാണ് കത്തോലിക്ക സഭയിലെ ഈ പറയുന്ന ലേഖനം. ഇതോടൊപ്പം കത്തോലിക്ക സഭ ഈ സെപ്റ്റംബറിൽ പ്രസിദ്ധീകരിച്ച മാസികയിൽ സംഘ് പരിവാർ സംഘടനകളെ സത്യം മനസ്സിലാക്കൂ, വർഗീയ അജണ്ട ഉപേക്ഷിക്കൂ എന്ന എഡിറ്റോറിയൽ കൂടി ഛത്തീസ്ഗഡിലെയും ഒറീസയിലെയും സംഘ് പരിവാർ ആക്രമണങ്ങളെ കുറിച്ച് മുൻനിർത്തിക്കൊണ്ട് വലിയ ഒരു എഡിറ്റോറിയലും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇതിന്റെ ആദ്യ പേജിൽ മുഖ്യ വാർത്തയായിട്ട് ഒഡീഷയിലും ബജരംഗദൾ അഴിഞ്ഞാട്ടം മലയാളി വൈദികരെയും കന്യാസ്ത്രീകളെയും ആക്രമിച്ചു എന്നുള്ള ഒരു വാർത്തയാണ് ആദ്യ പേജിൽ നൽകിയിരിക്കുന്നത്. ഇത് 9 സെപ്റ്റംബർ 2025 പുറത്തിറങ്ങിയതാണ്. അതായത് ഈ ആഴ്ചയിൽ പുറത്തിറങ്ങിയ ഈ കത്തോലിക്ക സഭയുടെ മാഗസിനിലാണ് ഇത്തരത്തിൽ കാര്യങ്ങൾ വളരെ സൂക്ഷ്മമായി പരിശോധിച്ച് പഠിച്ച് ഡാറ്റകളുടെ അടിസ്ഥാനത്തിൽ പറയുന്നു. 74,000 വോട്ടിനാണ് സുരേഷ് ഗോപി വിജയിച്ചു കയറിയത്. അതായത് തൃശ്ശൂരിൽ വോട്ട് കൊള്ള നടത്തിക്കൊണ്ട് തന്നെയാണ് സുരേഷ് ഗോപി വിജയിച്ചു കയറിയിട്ടുള്ളത്. 1,47,000 വോട്ടുകളാണ് ഈ ഒരു തെരഞ്ഞെടുപ്പിൽ 2024 തെരഞ്ഞെടുപ്പിൽ
തൃശ്ശൂരിൽ 1,46,673 വോട്ടുകളാണ് കൂടിയത്. ഇതിൽ സുരേഷ് ഗോപിയുടെ ഭൂരിപക്ഷം എന്ന് പറയുന്നത് 74,600 ചില്ലറയാണ്, അതായത് 75,000 വോട്ടോളം. അപ്പോ അത് കൂട്ടിവെച്ച് വായിക്കുമ്പോൾ സുരേഷ് ഗോപിയുടെ വിജയം ഇത്തരത്തിൽ സംഘപരിവാർ വോട്ടുകൾ തൃശ്ശൂരിലേക്ക് കൂട്ടിച്ചേർത്തുകൊണ്ട് കൊള്ളയടിച്ചു കൊണ്ടുപോയതാണ് തൃശ്ശൂരിലെ വിജയം എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. എന്നിട്ടാണ് സുരേഷ് ഗോപി ഞെളിഞ്ഞിരുന്നു കൊണ്ട് വെല്ലുവിളിക്കുന്നത്. വെല്ലുവിളി എവിടെ വരെ പോകുമെന്നുള്ളത്